Hey guys, welcome back to another episode of Creative. Friends, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സ്കിൻ ടോൺസ് എങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. സോ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എന്തുമായാലും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ സ്കിൻ ടോൺസ് ഒക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അത് കറക്റ്റ് ഒരു ഫോട്ടോയൊക്കെ റെഫറൻസ് ചെയ്ത് വെച്ച് വരയ്ക്കുമ്പോഴത്തേക്കും അതേപോലത്തെ സ്കിൻ ടോൺസ് അതേപോലെ നമ്മൾ ആ ഒരു ഇമേജിൽ നിന്ന് ഡയറക്റ്റ് പിക്ക് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് സ്കിൻ ടോണും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. സോ അതിൽ നിന്ന് എങ്ങനെ കളേഴ്സൊക്കെ തരംതിരിച്ചെടുത്ത് ഒരു കറക്റ്റ് ഒരു സ്കിൻ ടോണാക്കി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ട്രിക്ക് മാത്രമാണിത്. സോ ഇങ്ങനൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തന്നെ കറക്റ്റായിട്ട് ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറേ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു നമ്മുടേതായ ഒരു സ്കിൻ ടോൺസൊക്കെ ഒരു പാലറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു രീതിയിലും കളർ ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. സോ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതായത് തീർച്ചയായും ഒരു ബിഗിനറിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ട് കാണുന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ആക്കിയിട്ടേക്കും. അപ്പോൾ നമുക്കിനി താമസിക്കുന്ന നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കിൻ ടോൺസ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റെഫറൻസാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഒരു കളർ പിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു വാല്യൂ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഇങ്ങനെ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് കറക്റ്റ് കളർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. സോ ആ ഒരു കറക്റ്റ് കളർ കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ബിഗിനറിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു അവസ്ഥയിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ സ്കിൻ ടോൺസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫിൽറ്റർ ആവശ്യമുണ്ട്. അതായത് ഫോട്ടോഷോപ്പിൽ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഞാനിപ്പോൾ ആ ഒരു റെഫറൻസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മേളിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ടാബിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ഫിൽറ്റർ ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അതിനകത്ത് നോക്കുമ്പോൾ ഫിൽറ്റർ ഗാലറി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വരുന്നുണ്ട്. സോ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടുത്തെ ആ ഒരു വ്യൂ ഒന്ന് കുറച്ചിടാം. സോ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു ഇത് ചെയ്ത് വെച്ചേക്കുവാണ്, അതുകൊണ്ടെങ്കിലും ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിലായിട്ട് കുറേ ഇതിൻ്റെ സബ് ഓപ്ഷൻസ്, അതായത് ഈ ഒരു ഫിൽറ്ററിലെ അതിൻ്റെ അകത്ത് തന്നെയുള്ള കുറേ ഓപ്ഷൻസ്. ഇതിനകത്ത് നിങ്ങൾ ഈ ആർട്ടിസ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സബ്ബായിട്ടുള്ള ഓപ്ഷൻസ് കുറേ വരുന്നുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒറ്റൊരു കാര്യമാണ്, അത് കട്ടൗട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. സോ ഇതിനകത്ത് ജസ്റ്റ് ആ ഒരു കട്ടൗട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഓരോ കളേഴ്സ്, അതായത് ആ ഒരു എല്ലാം കൂടി ഒരുമിച്ചുള്ള കളറിന് പകരം എല്ലാ കളേഴ്സും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിങ്ങനെ ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഇത് കിട്ടിയത്. ഇതല്ല ഇങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതപ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. സോ കുറച്ച് കളേഴ്സൊന്നും അധികം സെപ്പറേറ്റഡ് അല്ല, കണ്ടോ, എല്ലാം ഭയങ്കര ഡീറ്റെയിലും കാര്യങ്ങളും. അന്നേരം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കളറ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആദ്യത്തെ ഈ നമ്പർ ഓഫ് ലെവൽസ് അങ്ങ് മാക്സിമം ഇട്ടേക്കുക. സോ അത് മാക്സിമം ഇട്ടിട്ട് പിന്നെ താഴത്തത് ഏറ്റവും അടിയിലത്തത് ഒന്നും ചെയ്താലും കുഴപ്പമില്ല. ഈ നടുക്കുള്ളതിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. സോ എന്തുവെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും, അതായത് ഈ ഓരോ കളറിനും ഇത്രയ്ക്ക് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി, അല്ലാതെ ഈ റെഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കളറുകൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. അതിനായിട്ട് ഇവിടെ ഈ എഡ്ജിൻ്റെ ഇതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സോ അവിടെ ഇങ്ങനെ ഈ ഒരു സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഏറ്റവും ഫുള്ളിലിടുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കും. സോ ഇത് നമുക്ക് ആവശ്യമില്ല, കാരണം ഇതിനകത്ത് നമുക്കൊന്നും പ്രത്യേകിച്ച് കളേഴ്സൊന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നില്ല, കാരണം അധികം കളേഴ്സൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അത് ഫുള്ളിൽ വിടല്, എന്നാൽ തീരെ കുറഞ്ഞു വിടല്, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു ഏകദേശം ഒരു 8 ഇടുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും. സോ ഒന്നുകൂടെ കുറച്ച് നോക്കാം. 7 ഇടുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഹൈലൈറ്റും മിഡ് ടോണും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു 6 ഇട്ട് നോക്കുമ്പോഴത്തേക്കും
നമുക്ക് പിന്നെയും ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സോ നമുക്ക് ഒരു 7ൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഇത് മതിയായിരിക്കും നമുക്കൊരു കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഈ ഒരു റെഫറൻസിന് ഈ ഒരു ഫിൽറ്റർ മതി. കാരണം നമുക്കിപ്പോൾ ആ ഒരു ഹൈലൈറ്റും മിഡ്ടോണും കാര്യങ്ങളുമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഈ ഒരു 8 അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഈ ഒരു 7, ഇത് എൻ്റെ ഈ ഒരു റെഫറൻസിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. സോ നിങ്ങൾ ബാക്കി വേറൊരു ഇമേജൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു നമ്പർ ഓഫ് ലെവൽസ് അത് തന്നെ ഇട്ടിട്ട് ഈ സ്ലൈഡർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം എല്ലാ പടത്തിനും ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ 8 ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒരു ഇത് കിട്ടുന്നത്, ചിലപ്പോൾ 6 ഇടുമ്പോഴായിരിക്കും, 5 ഇടുമ്പോഴായിരിക്കും. സോ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു സ്ലൈഡർ മൂവ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. സോ ഇതെനിക്ക് മതിയെന്ന് തോന്നി. സോ ഇതിൽ ഉറപ്പിച്ചിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ റെഫറൻസ് ഇങ്ങനെ ആയി മാറിക്കിട്ടും. സോ ഇതിനകത്ത് നിന്ന് ഇനി നമുക്ക് ആ ഒരു ഹൈലൈറ്റും മിഡ്ടോണും കാര്യങ്ങളുമൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പടത്തിൽ കുറച്ച് സാച്ചുറേഷൻ കുറവാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കളറിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു കളർ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പിക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ സ്ലൈഡർ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൂട്ടി എടുക്കാൻ പറ്റും. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഈ ഒരു കളർ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും സാച്ചുറേഷനോ കാര്യങ്ങളോ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല, നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ഇമേജിന് ഒന്ന് കളർ ബാലൻസ് ചെയ്ത് കുറച്ചുകൂടെ വേറൊരു മൂഡുള്ള കളറിലോട്ട് എത്തിക്കണം, ആ ഒരു കളർ പാറ്റേണിലോട്ട് എത്തിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇതുണ്ട്, അതിനകത്ത് കളർ ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ Ctrl+B, അതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+B. അത് കീബോർഡിൽ അടിക്കുമ്പോഴത്തേക്കും ഈ ഒരു കളർ ബാലൻസിൻ്റെ ഓപ്ഷൻ വരും. സോ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ കളർ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് നമുക്ക് ആ ഒരു സ്ലൈഡറൊക്കെ ഈ ഒരു സ്ലൈഡേഴ്സ് കണ്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മൂഡൊക്കെ ആ ഒരു കളറിൻ്റെ മൂഡും ആ ഒരു പാറ്റേണും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ടോൺ ബാലൻസിനകത്ത് ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മിഡ് ടോൺ ആണ് നടക്കുന്നത്. സോ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിഡ് ടോൺസ് ആയിരിക്കും ഇവിടെ ചേഞ്ച് വരുന്നത്. മനസ്സിലായോ? സോ അധികം എല്ലാം ഒന്നും വേണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് നമുക്ക് വേണ്ട രീതിയിൽ ഇനിയിപ്പോൾ ഹൈലൈറ്റിന് ആ ഒരു ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് ആ ഒരു കളർ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആ ഒരു സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് ആ ഒരു ബിഗിനറിന് സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് സ്കിൻ ടോൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യുന്നതിനും എളുപ്പമായിരിക്കും. കാരണം ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഷെയ്ഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല ഭയങ്കര ഡാർക്ക് അല്ലെങ്കിലും അത്യാവശ്യം ഷെയ്ഡ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ താടിയിൽ ഈ ഭാഗത്ത് നല്ല ഷെയ്ഡും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നല്ല ഹൈലൈറ്റ് വരുന്നുണ്ട്. സോ ഇത് നോക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കളർ പിക്ക് ചെയ്യാൻ നേരവും ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാൻ നേരവും ഇതും ഒരു റെഫറൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞൊരു ലൈവിൽ ഞാൻ ഇതിൻ്റെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് കുറച്ച് ആ ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഇതിൽ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. സോ അന്നേരം ആ ഒരു ഇതിൽ നമ്മൾ ഇതേ ഡ്രോയിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഫയർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം, പണ്ട് നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കുറേ ഔട്ട്ലൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. സോ ആ ഒരു ഔട്ട്ലൈൻ തന്നെ എടുത്ത് ചെയ്തതാണ്. അന്നേരം എനിക്ക് ഈ ഒരു മെയിനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും ആവശ്യമില്ലായിരുന്നു, പിന്നെ ഈ ഡ്രസ്സിൻ്റെ ബാക്കിയൊന്നും വേണ്ടായിരുന്നു, അങ്ങനെ കളറും ഇത് മാത്രം മതിയായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് ഫിൽറ്റർ അപ്ലൈ ചെയ്തത്. സോ അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് സ്കിൻ ടോൺസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ചെയ്തതന്നേ ഉള്ളൂ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. മറ്റേ സെയിം മെത്തേഡ് തന്നെയാണ്, ജസ്റ്റ് കട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്തുനിന്ന് ജസ്റ്റ് കളർ പിക്ക് ചെയ്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കളർ അപ്ലൈ ചെയ്ത്
കൊടുത്തേക്കുന്നു എന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നമ്മുടെ ഈ ഒരു കളർ എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. സ്കിൻ ടോൺസ് എന്ന് വെച്ചാൽ ബിഗിനറിനെ സംബന്ധിച്ച് സ്കിൻ ടോൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണ്, കുറച്ച് പാടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ഈ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗമായിട്ട് നമുക്കങ്ങ് പെട്ടെന്ന് തന്നെ കളർ പിക്ക് ചെയ്തെടുക്കാനുള്ളൊരു സ്പീഡിലേക്ക് നമ്മൾ മാറും. കുറേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നോക്കി തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്ത് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. സോ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ചെയ്ത് നോക്കുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്തേക്കുക. ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ചെയ്തു എങ്ങനെ ചെയ്തതെന്നുള്ള ടൈം ലാപ്സ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടൈം ലാപ്സ് ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതൊരു ജസ്റ്റ് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മളിന്ന് പറഞ്ഞത്. സോ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് സ്കിൻ ടോൺസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു വെറും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് എന്ന് പറയുന്നത്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ടാഗ് ചെയ്തേക്കുക. എനിക്കൊന്ന് കാണാമല്ലോ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. അതുവരെയും ബൈ.